ഉമ്മാന്റെ കാലടിപ്പാടിയിലാണ് സുവർഗം ഓർത്തോളി. ഉദിമതിയാം മുത്ത് റസൂലിൻ തൂമൊഴി ഉള്ളിലുറച്ചോളി. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ? 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മ ആവുമോ? ഉമ്മാന്റെ കാലടിപ്പാടിയിലാണ് സുവർഗം ഓർത്തോളി. ഉദിമതിയാം മുത്ത് റസൂലിൻ തൂമൊഴി ഉള്ളിലുറച്ചോളി. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ? 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മ ആവുമോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ظهره على الدين كله ولو كره المشركون. بسم الله عظيم القدرة والشان شديد البطش والبرهان حفظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വന്യരായ ഉസ്താദന്മാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അസ്സലാമു അലൈക്കും. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴുള്ള ഓരോ ചവിട്ടെടുക്കും അനുസരിച്ച് അള്ളാഹു നമ്മുടെ ദോഷങ്ങൾ പുറത്തു തന്നുകൊണ്ട് നമ്മുടെ പദവികൾ ഉയർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വാലിഹ്യങ്ങളായി ജീവിച്ച് സ്വാലിഹ്യങ്ങളായി മരിച്ച് അവൻ്റെ സുഖലോക സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കും നമ്മളെ ബന്ധപ്പെട്ട ആളുകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, വിഷയം ചെറുപ്പം മുതലേ നിങ്ങൾ കേൾക്കുന്ന, അങ്ങനെ പറയാം, ജന്മനാ നമ്മൾ കേൾക്കുന്ന 2 പദം, ഉമ്മ ഉപ്പ. ഇതാ നമ്മളെ വിഷയം. ഒന്നിരിക്കെ നിങ്ങൾ ഉപ്പയാകാൻ പോവും, അല്ലെങ്കിൽ ഉമ്മയാകാൻ പോവും, അല്ലെങ്കിൽ ഉമ്മയായിട്ടുണ്ടായിരിക്കും, ഉപ്പയായിട്ടുണ്ടായിരിക്കും. ഇത് കേവലം ഒരു ഭംഗിക്ക് വേണ്ടി പറയുകയല്ല. ആധുനിക സമൂഹം മാതാപിതാക്കളെ എന്ന് വെച്ചാൽ ഉമ്മയെയും ഉപ്പയെയും എങ്ങനെ കാണുന്നു എന്നതിൻ്റെ ഒരു സൂചന മാത്രമാണ് വൃദ്ധസദനങ്ങൾ. പെറ്റുവളർത്തിയ മാതൃത്വത്തെയും പോറ്റി വളർത്തിയ പിതൃത്വത്തെയും എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണം. പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും വൃദ്ധസദനങ്ങളുണ്ട്. മുമ്പൊരിക്കല് ഒരു ചെറുപ്പക്കാരൻ ഉമ്മയെയും ഉപ്പയെയും വൃദ്ധസദനത്തിൽ കൊണ്ടു ചെന്നാക്കി ആ വണ്ടിയിൽ കാറിൽ തിരിച്ചു വരുമ്പോൾ തൻ്റെ കുട്ടിയും ആ കാറിലുണ്ടായിരുന്നു. ആ കുട്ടി മടങ്ങി വരുമ്പോൾ വാപ്പയോട് മുഖത്ത് നോക്കി ചോദിച്ചു, വാപ്പ, നിങ്ങൾ ഉമ്മേനൊക്കെ ഇനി ഇവിടെ തന്നെയല്ലേ കൊണ്ടുവന്നാക്കണ്ടു എന്ന് ചോദിച്ചു ആ കുട്ടി. അപ്പൊ ആ പിതാവിന്റെ കണ്ണ് നിറഞ്ഞു.
മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറിയോ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ദുനിയാവിൽ തന്നെ അവരെ മക്കളെ കാണിച്ചു കൊടുക്കുമെന്ന് വ്യക്തമായ ഹദീസിൽ ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, പെറ്റുവളർത്തിയ മാതാവിന്റെ ഒരു നഷ്ടമായിരുന്നു നമ്മൾ പത്രത്തിൽ കണ്ടില്ലേ, ഷഫീഖ് എന്ന കുട്ടി പോറ്റുമ്മണ്ട് ശരിയായില്ല. പെറ്റുമ്മ തന്റെ സമീപത്തില്ലാത്തത് കൊണ്ടാണ് ആ കുഞ്ഞിന്റെ കാല് തല്ലി ഓടിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് 24 മണിക്കൂർ ആ കുഞ്ഞ് പട്ടിണി കിടക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് അതിന്റെ തലച്ചോറിന് പരിക്കേൽക്കേണ്ടി വന്നത്. പിതാവിന്റെ ദൗത്യം കമ്മിയാണ്, നമുക്ക് വിശകലനം ചെയ്യാം. പെറ്റുവളർത്തിയ മാതാവിനെ വാപ്പയെക്കാളും 3 ഗ്രേഡ് കൂടുമെന്ന് ഹബീബായ തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതെന്തേ കാരണം? ഗർഭം ചുമന്നത് 10 മാസം മുമ്പയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്.